കോഴിക്കോട്ട് ഓട വൃത്തിയാക്കാനിറങ്ങി 3 പേരും മരിച്ചു എന്ന വാർത്തയാണ് ഏറ്റവും പുതുതായി നമുക്ക് ലഭിക്കുന്നത്. ഞങ്ങളുടെ പ്രതിനിധി വിനിഷ വൃന്ദാവൻ ചേരുന്നു. വിനിഷ, ഒരാളെ ആശുപത്രിയിൽ എത്തിച്ചു എന്ന തരത്തിലുള്ള വാർത്തകളായിരുന്നല്ലോ നേരത്തെ ലഭിച്ചത്. 3 പേരും മരിച്ചു എന്നാണോ ഇപ്പോൾ ലഭിക്കുന്ന വാർത്ത? അരുൺ, 3 പേരെയും ജീവനോടെ കൂടി തന്നെയായിരുന്നു ഓടയിൽ നിന്ന് രക്ഷപ്പെടുത്തിയത്. ആശുപത്രിയിൽ എത്തും മുമ്പ് 3 പേരുടെയും ജീവൻ നഷ്ടപ്പെടുകയായിരുന്നു. ഏകദേശം 1 മണിക്കൂറോളം ഇവർ 3 പേരും ഓടയിൽ കുടുങ്ങിക്കിടന്നു എന്നാണ് നമുക്കിപ്പോൾ ദൃക്സാക്ഷികളിൽ നിന്ന് അറിയാൻ കഴിയുന്ന വിവരം. ഇന്ന് രാവിലെ 10 കൂടിയായിരുന്നു ഇത്തരത്തിലൊരു അത്യാഹിതം സംഭവിച്ചത്. കേരള സുസ്ഥിര വികസന പദ്ധതിയുടെ നഗര വികസന പദ്ധതിക്ക് കീഴിൽ വരുന്ന ഓട വൃത്തിയാക്കാൻ ഇറങ്ങിയതാണ്. ഓടയുടെ മാൻഹോളിലാണ് 2 ഇതര സംസ്ഥാന തൊഴിലാളികൾ ഓട വൃത്തിയാക്കാനായി ഇറങ്ങിയത്. മാൻഹോളിന്റെ മൂടി തുറന്നപ്പോൾ തന്നെ ബയോഗ്യാസ് പുറത്തു വന്ന് ഈ ഒരു ഗ്യാസ് ശ്വസിച്ച് ബോധക്ഷയം സംഭവിച്ച് മാൻഹോളിലേക്ക് വീണു പോവുകയായിരുന്നു. ആന്ധ്ര സ്വദേശികളായ ഭാസ്കർ, നരസിംഹ ഒപ്പം കോഴിക്കോട് സ്വദേശി നൌഷാദ് എന്നിവരാണ് മരിച്ചത്. ഈ ഇതര സംസ്ഥാന തൊഴിലാളികളായ ഭാസ്കറും നരസിംഹയും ഓട വൃത്തിയാക്കാനായി മാൻഹോളിന്റെ മൂടി തുറന്നപ്പോൾ തന്നെ മാൻഹോളിലേക്ക് വീണു പോവുകയായിരുന്നു. ഇത് കണ്ടു നിന്ന കോഴിക്കോട് ഓട്ടോ ഓടിക്കുന്ന കരുവശ്ശേരി സ്വദേശി നൌഷാദ് ഇവരെ രക്ഷിക്കാനായി ഓടയുടെ അടുത്തേക്ക് പോവുകയും അദ്ദേഹവും ഈ ഓടയിൽ നിന്ന് പുറത്തു വന്ന ഗ്യാസ് ശ്വസിച്ച് ബോധക്ഷയം സംഭവിച്ച് മാൻഹോളിലേക്ക് വീണു പോവുകയുമായിരുന്നു. ഉടൻ തന്നെ ബീച്ച് ഫയർഫോഴ്സ് യൂണിറ്റിൽ നിന്നും ഒരു ഫയർഫോഴ്സ് യൂണിറ്റ് എത്തി ഇവരെ രക്ഷപ്പെടുത്തുമ്പോൾ 3 പേർക്കും ജീവൻ ഉണ്ടായിരുന്നു. ബോധക്ഷയം സംഭവിച്ചു എന്നല്ലാതെ മറ്റു പരിക്കുകളൊന്നും ദേഹത്തേറ്റിരുന്നുമില്ല. എന്നാൽ ആശുപത്രിയിൽ എത്തും മുൻപ് തന്നെ മരണം സംഭവിക്കുകയായിരുന്നു. യാതൊരുവിധ സുരക്ഷാ ക്രമീകരണങ്ങളും ഇല്ലാതെയാണ് ഈ 2 തൊഴിലാളികൾ ഓട വൃത്തിയാക്കാൻ ഇറങ്ങിയതാണ് എന്നാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. വർഷങ്ങൾക്ക് മുൻപ് തന്നെ വൃത്തിയാക്കിയ മാൻഹോളാണ്. ഏകദേശം 12 അടിയോളം താഴ്ചയുണ്ടായിരുന്നു. ഒപ്പം ഈ ഓടയിലൂടെ വെള്ളവും ഒഴുകുന്നുണ്ടായിരുന്നു. ഇതാണ് അപകട കാരണമായി ഫയർഫോഴ്സ് ചൂണ്ടിക്കാട്ടുന്നത്. യാതൊരുവിധ സുരക്ഷാ ക്രമീകരണങ്ങളും ഇല്ലാതെയാണ് ഈ അന്യസംസ്ഥാന തൊഴിലാളികൾ ഓട വൃത്തിയാക്കാൻ ഇറങ്ങിയത്. അത് തന്നെയാണ് ഇവരുടെ മരണത്തിന് കാരണമായതും. അരുൺ, കൃത്യമായി വിനിഷി, അപകടം സംഭവിച്ചത് എങ്ങനെയാണ്? കാരണം 3 പേരും ഒരുമിച്ച് ഇറങ്ങുകയായിരുന്നു. ഒരാൾ സ്വാഭാവികമായും ബോധരഹിതനാകുമ്പോൾ അത് മറ്റുള്ളവർ കാണേണ്ടതല്ലേ? എങ്ങനെയാണ് സംഭവിച്ചത്? അതും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 2 ഇതര സംസ്ഥാനങ്ങൾ പണിക്കിറങ്ങിയ 2 ഇതര സംസ്ഥാന ആദ്യം തന്നെ 2 പേരും ഒരുമിച്ചാണ് ഈ മാൻഹോളിന്റെ ഇരുമ്പ് മൂടിയാണ് നമുക്കറിയാം അത്യാവശ്യം കനം അത് വെയിറ്റ് ആ മൂടിക്കുണ്ടാകും. 2 പേരും ഒരുമിച്ചാണ് ഈ മൂടി തുറന്നത്. അതിനാൽ തന്നെ 2 പേരും ഒരുമിച്ച് ബോധക്ഷയം. വിനിഷ വൃന്ദാവനാണ് കോഴിക്കോട് ഓടയിൽ വീണ 3 അന്യസംസ്ഥാന തൊഴിലാളികൾ മരിച്ചു എന്ന വാർത്തയാണ് നിലവിൽ ലഭിക്കുന്നത്. അന്യസംസ്ഥാന തൊഴിലാളികൾ 2 ആന്ധ്ര പ്രദേശുകാരും 1 ബംഗാളിയുമാണ് എന്ന വാർത്തയാണ് നിലവിൽ ലഭിക്കുന്ന വാർത്തകൾ. ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന വഴി അബോധാവസ്ഥയിൽ തന്നെയായിരുന്നു നിലവിൽ കൊണ്ടുപോയത് എന്നുമാണ് അറിയാൻ കഴിയുന്ന. ആശുപത്രിയിൽ എത്തിച്ചു എങ്കിലും അവരുടെ ജീവൻ രക്ഷിക്കാനായില്ല എന്നും നിലവിൽ വാർത്തകൾ ഉണ്ട്. ഇപ്പോൾ വിനിഷ ഒരിക്കൽ കൂടി ചേരുന്നു. വിനിഷ, മറ്റു വിവരങ്ങൾ കൂടി. അരുൺ, രാവിലെ 10 കൂടിയായിരുന്നു ഇത്തരത്തിലൊരു അത്യാഹിതം സംഭവിച്ചത്. ഏകദേശം 12 അടിയോളം താഴ്ചയുള്ള മാൻഹോളിലേക്കാണ് 2 അന്യസംസ്ഥാന തൊഴിലാളികൾ വീണ് മരിക്കാനിടയായത്. മാൻഹോൾ വൃത്തിയാക്കാൻ വേണ്ടി ഇറങ്ങിയതായിരുന്നു. മാൻഹോളിന്റെ മൂടി തുറന്നപ്പോൾ തന്നെ പുറത്തു വന്ന ബയോഗ്യാസ് ശ്വസിച്ചാണ് 2 പേർക്ക് ബോധക്ഷയം സംഭവിച്ചത്. ബോധക്ഷയം സംഭവിച്ച ഉടനെ തന്നെ 2 തൊഴിലാളികളും മാൻഹോളിലേക്ക് വീണു. ഇവരെ രക്ഷിക്കാനായി കണ്ടു നിന്ന സമീപത്തുള്ള ഓട്ടോ ഡ്രൈവർ, കോഴിക്കോട് സ്വദേശിയാണ് ഇദ്ദേഹം, കരുവശ്ശേരി സ്വദേശി നൌഷാദ് എന്നാണ് ഇദ്ദേഹത്തിന്റെ പേര്. ഇദ്ദേഹവും ഇവരെ രക്ഷിക്കാനായി മാൻഹോളിന്റെ സമീപത്തേക്ക് പോവുകയായിരുന്നു. മാൻഹോളിൽ നിന്ന് പുറത്തു വന്ന ബയോഗ്യാസ് വിഷവാതകം ശ്വസിച്ചാണ് 3 പേർക്കും ബോധക്ഷയം സംഭവിച്ചത്. ബോധക്ഷയം സംഭവിച്ച ഉടനെ തന്നെ നൌഷാദും ഈ മാൻഹോളിലേക്ക് വീണു. ഉടൻ തന്നെ കോഴിക്കോട് ബീച്ചിൽ നിന്നും ഫയർഫോഴ്സ് യൂണിറ്റ് എത്തി 3 പേരെയും രക്ഷപ്പെടുത്തുകയായിരുന്നു. 3 പേരെയും രക്ഷപ്പെടുത്തുമ്പോൾ 3 പേരും ജീവനയോടെയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് എത്തിച്ചത്. എന്നാൽ ആശുപത്രിയിലേക്ക് പോകും വഴി മധ്യേ 3 പേരുടെയും മരണം സംഭവിക്കുകയായിരുന്നു. യാതൊരുവിധ സുരക്ഷാ ക്രമീകരണങ്ങളും ഇല്ലാതെയാണ് 2 അന്യസംസ്ഥാന തൊഴിലാളികൾ ജോലിക്കായി ഇറങ്ങിയത്. മാൻഹോളിൽ നിന്ന് വിഷവാതകമാണ് 3 പേരുടെയും മരണത്തിനിടയാക്കിയിരിക്കുന്നത്. കേരള സുസ്ഥിര നഗര വികസന പദ്ധതിയുടെ കീഴിൽ വരുന്ന പദ്ധതിയുടെ കീഴിലുള്ള ഓടയിലാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു അത്യാഹിതം സംഭവിച്ചിരിക്കുന്നത്. കോഴിക്കോട് നഗരത്തിൽ തന്നെയാണ് ഇത്തരത്തിൽ ഒരു അത്യാഹിതം സംഭവിച്ചിരിക്കുന്നത്. നമുക്കറിയാം, ഇതിനു മുൻപേ എറണാകുളം ജില്ലയിലും കോഴിക്കോട് ജില്ലയിൽ തന്നെ ഇത്തരത്തിൽ മാൻഹോളിൽ വീണ് അന്യസംസ്ഥാന തൊഴിലാളികൾ മരിക്കുന്ന ഒരു വാർത്ത കഴിഞ്ഞ
ഇതിനു മുൻപും ഉണ്ടായിരുന്നു. എന്നാൽ ഇത്തരത്തിൽ വാർത്ത പുറത്തു വന്നിട്ടും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സംഭവങ്ങൾ തുടർച്ചയായി ആവർത്തിക്കപ്പെട്ടിട്ടും യാതൊരുവിധ സുരക്ഷാ ക്രമീകരണങ്ങളും ഇതിനൊരുക്കിയില്ല എന്നാണ് നാട്ടുകാരും പരാതിപ്പെടുന്നത്. സാധാരണഗതിയിൽ ഇത്തരം മാൻഹോളുകൾ വൃത്തിയാക്കാൻ ഇറങ്ങുമ്പോൾ കയറ് കെട്ടി ഉള്ളിൽ ഓക്സിജന്റെ അളവ് നോക്കിയാൽ ഒന്നെങ്കിൽ മെഴുകുതിരി കത്തിച്ചോ അല്ലെങ്കിൽ ചൂട്ട് കത്തിച്ചോ മാൻഹോളിലെ ഓക്സിജന്റെ അളവ് കൃത്യമായി മനസ്സിലാക്കിയതിനു ശേഷം മാത്രമാണ് അതും കയർ ഉപയോഗിച്ച് തൊഴിലാളികളെ താഴേക്ക് ഇറക്കുകയാണ് മാൻഹോൾ വൃത്തിയാക്കുമ്പോൾ ചെയ്യുന്ന പതിവ്. എന്നാൽ ഇവിടെ അത്തരത്തിൽ യാതൊരുവിധ സുരക്ഷാ ക്രമീകരണങ്ങളും നടത്തിയിട്ടില്ല. മാൻഹോളിന്റെ മൂടി തുറന്ന ഉടനെ തന്നെ മാൻഹോളിലേക്ക് ഇറങ്ങാൻ തൊഴിലാളികൾ വിനിഷ വൃന്ദാവൻ വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. കോഴിക്കോട് ഓടയിൽ വീണ ഓട വൃത്തിയാക്കാനായി ഓടയിലിറങ്ങിയ 3 പേരും മരിച്ചു. മരിച്ചത് ഭാസ്കർ, നരസിംഹ, നൌഷാദ് എന്നിവരാണ് മരിച്ചത്. ബയോഗ്യാസ്, അതായത് മാൻഹോളിൽ നിന്ന് പുറത്തേക്ക് വന്ന ബയോഗ്യാസ് മൂലം അബോധാവസ്ഥയിലെത്തുകയും ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും വഴി മരിക്കുകയുമായിരുന്നു എന്നാണ് നിലവിൽ അറിയാൻ സാധിക്കുന്നത്. ആവശ്യമായ മതിയായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഇല്ലാതെ മാൻഹോളിലിറങ്ങി വൃത്തിയാക്കാൻ ശ്രമിച്ചതിനാലാണ് ജീവൻ നഷ്ടമായത് ഈ തൊഴിലാളികൾക്ക് എന്ന വാർത്തകളാണ് ഏറ്റവും ഒടുവിലായി നമുക്ക് ലഭിക്കുന്നത്. വിനിഷ വൃന്ദാവൻ കോഴിക്കോട് നിന്ന് ഒരിക്കൽ കൂടി നമുക്കൊപ്പം ചേരുന്നു. വിനിഷ, വിശദാംശങ്ങൾ. നേരത്തെ അരുൺ സൂചിപ്പിച്ചതുപോലെ തന്നെ യാതൊരുവിധ സുരക്ഷാ ക്രമീകരണങ്ങളും ഇല്ലാതെയാണ് ഈ അന്യസംസ്ഥാന തൊഴിലാളികൾ ഓട വൃത്തിയാക്കാൻ ഇറങ്ങിയത്. ഇത് തന്നെയാണ് ഇപ്പോൾ 3 പേരുടെ മരണത്തിന് കാരണമായതും. വേണ്ട സുരക്ഷാ മാൻഹോൾ കൃത്യമായി വൃത്തിയാക്കുമ്പോൾ കൃത്യമായി പാലിക്കേണ്ട സുരക്ഷാ ക്രമീകരണങ്ങളുണ്ട്. ഇത്തരത്തിൽ യാതൊരുവിധ സുരക്ഷാ മുൻകരുതലുകളോ അല്ലെങ്കിൽ മറ്റു സുരക്ഷാ ക്രമീകരണങ്ങളോ ഇല്ലാതെയാണ് തൊഴിലാളികൾ മാൻഹോൾ വൃത്തിയാക്കാൻ ഇറങ്ങിയത്. ഏകദേശം 12 അടിയോളം മാൻഹോളിന് താഴ്ചയുണ്ടായിരുന്നു. ഈ 12 അടിയോളം താഴ്ചയുള്ള ഓടയിലൂടെ വെള്ളവും ഒഴുകുന്നുണ്ടായിരുന്നു. അതും മലിനജലമാണ് ഒഴുകുന്നത്. ഈ മലിനജലത്തിൽ നിന്നും വന്ന വിഷവാതകം ശ്വസിച്ചാണ് ഇപ്പോൾ 3 പേരും മരിക്കാനിടയായത്. ഈ വിഷവാതകം അടങ്ങിയ മാൻഹോൾ വൃത്തിയാക്കുമ്പോൾ സ്വീകരിക്കേണ്ട യാതൊരുവിധ മുൻകരുതലുകളൊന്നും ഇവർ സ്വീകരിച്ചിരുന്നില്ല. അത്തരത്തിൽ ഒരു മുൻകരുതലുകളോ സുരക്ഷാ ക്രമീകരണങ്ങളോ അന്യസംസ്ഥാന തൊഴിലാളികൾക്ക് വേണ്ടി ബന്ധപ്പെട്ട എഞ്ചിനീയർമാർ നൽകിയിട്ടുമില്ലായിരുന്നു. അതാണ് ഇത്തരത്തിൽ വലിയൊരു അത്യാഹിതത്തിന് കാരണമായിരിക്കുന്നത്. 3 പേരുടെ ജീവനാണ് ഇപ്പോൾ നഷ്ടപ്പെട്ടിരിക്കുന്നത്. ഏകദേശം 12 അടിയോളം താഴ്ച ഉള്ളതിനാൽ തന്നെ കാലാകാലങ്ങളായി ഈ മാൻഹോൾ വൃത്തിയാക്കിയിട്ടില്ലെന്നും നാട്ടുകാർ പരാതി പറയുന്നു. നാട്ടുകാർ പരാതിപ്പെട്ടതിനെ തുടർന്നാണ് ഇപ്പോൾ എഞ്ചിനീയർ നടപടിയെടുത്ത് മാൻഹോൾ വൃത്തിയാക്കാനുള്ള ഒരു നടപടി ആരംഭിച്ചത്. മാൻഹോളിന്റെ വൃത്തിയാക്കൽ നടപടി തുടങ്ങിയപ്പോൾ തന്നെ ഏകദേശം 10:00 വൃത്തിയാക്കൽ പ്രവൃത്തി തുടങ്ങിയത്. 10:35 തന്നെ ഇത്തരത്തിലൊരു അത്യാഹിതം സംഭവിച്ചു എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. മാൻഹോളിന്റെ മൂടി തുറന്ന് അകത്ത് കടക്കാൻ ശ്രമിക്കുകയായിരുന്നു. മാൻഹോളിന്റെ മൂടി തുറന്നപ്പോൾ തന്നെ പുറത്തേക്ക് വന്ന വിഷവാതകം ശ്വസിച്ച് 2 അന്യസംസ്ഥാന തൊഴിലാളി വൃത്തിയാക്കാനായി എത്തിയ 2 അന്യസംസ്ഥാന തൊഴിലാളികൾക്ക് ബോധക്ഷയം സംഭവിക്കുകയായിരുന്നു. ആന്ധ്രാപ്രദേശ് സ്വദേശികളായ ഭാസ്കർ, നരസിംഹ എന്ന് 2 പേരാണ് ഈ മാൻഹോൾ വൃത്തിയാക്കാനായി ഇറങ്ങിയത്. ഈ 2 പേരും അപകടത്തിൽപ്പെട്ടത് കണ്ടുനിന്ന സമീപത്ത് ഓട്ടോറിക്ഷ ഓടിച്ചുകൊണ്ടിരുന്ന കോഴിക്കോട് സ്വദേശി നൌഷാദ് ഇവരെ രക്ഷപ്പെടുത്താനായി മാൻഹോളിന്റെ അടുത്തേക്ക് പോവുകയും ഇതേ വിഷവാതകം ശ്വസിച്ചും നൌഷാദും മാൻഹോളിലേക്ക് വീണു പോവുകയുമായിരുന്നു. കോഴിക്കോട് ബീച്ച് ഫയർഫോഴ്സിൽ നിന്നും യൂണിറ്റ് എത്തിയാണ് ഇവരെ 3 പേരെയും രക്ഷിച്ചത്. 3 പേരെയും രക്ഷിച്ചപ്പോൾ 3 പേർക്കും ജീവനോടെയായിരുന്നു മാൻഹോളിൽ നിന്ന് 3 പേരെയും പുറത്തെടുത്തത്. എന്നാൽ ആ ആശുപത്രി പോകുന്ന വഴി മധ്യേ 3 പേരുടെയും മരണം സംഭവിക്കുകയായിരുന്നു. കൂടിയ അളവിൽ വിഷവാതകം അകത്ത് ശ്വാസകോശത്തിൽ ചെന്നതാണ് ഇപ്പോൾ മരണകാരണമായി പ്രാഥമിക നിഗമനത്തിൽ എത്തിയിരിക്കുന്നത്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് കാഷ്വാലിറ്റിയിലാണ് 3 പേരുടെയും മൃതദേഹം ഇപ്പോൾ ഉള്ളത്. വളരെ കൂടിയ അളവിൽ വിഷവാതകം ഉള്ളിൽ ചെന്നതാണ് 3 പേരും മരിക്കാൻ ഇടയായത് എന്നാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്ന വിവരം. വിനിഷ, ഈ ഓട്ടോ ഡ്രൈവറായ നൌഷാദ് രക്ഷിക്കാൻ ഇറങ്ങി എന്നത് തന്നെ മതിയായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. ഒന്ന്, ഈ ഓക്സിജൻ ലെവൽ ക്രമീകരിക്കും അത്തരത്തിലുള്ള നടപടികൾക്ക് ശേഷമൊക്കെയാണ് ഒട്ടുമിക്കയിടത്തും ഇങ്ങനെ ചെയ്യാറുള്ളത്. മറ്റൊന്ന്, ഈ അന്യസംസ്ഥാന തൊഴിലാളികൾ ചിലപ്പോൾ ഈ സുരക്ഷാ ക്രമീകരണങ്ങളൊന്നും ഉപയോഗിക്കാറുമില്ല. ഇതിൽ എന്താണ് അവിടെ സംഭവിച്ചത്? ഇവർ ഉപയോഗിക്കാതിരുന്നതാണോ അതോ സുരക്ഷാ ക്രമീകരണങ്ങൾ ഇല്ലാതിരുന്നതാണോ? അരുൺ, വേണ്ടത്ര സുരക്ഷാ ക്രമീകരണങ്ങൾ നൽകിയില്ല എന്ന് തന്നെ പറയാം. കാരണം അരുൺ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ സാധാരണഗതിയിൽ ഒരു മാൻഹോൾ വൃത്തിയാക്കാൻ ഇറങ്ങുമ്പോൾ തൊഴിലാളിയെ കയർ ഉപയോഗിച്ച് മാൻഹോളിന്റെ അകത്തേക്ക് താഴ്ത്തുകയാണ് പതിവ്. എന്തെങ്കിലും അത്യാഹിതം സംഭവിച്ചാൽ കയറിലൂടെ തന്നെ പുറത്തേക്ക് വലിച്ചെടുക്കാനുള്ള ഒരു സംവിധാനം
സാധാരണഗതിയിൽ മാൻഹോൾ വൃത്തിയാക്കുമ്പോൾ ചെയ്യേണ്ടതാണ്. അത്തരത്തിൽ യാതൊരുവിധ സുരക്ഷാ ക്രമീകരണങ്ങളും ഇപ്പോൾ നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നില്ല. അതിനാൽ തന്നെ എഞ്ചിനീയർമാരുടെ ഭാഗത്തുണ്ടായിരുന്ന ഒരു അശ്രദ്ധ, ഒരു വീഴ്ചയായി തന്നെ ഇതിനെ കാണേണ്ടി വരും. കൃത്യമായി സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കി വേണമായിരുന്നു തൊഴിലാളികളെ മാൻഹോൾ വൃത്തിയാക്കാൻ വേണ്ടി ഇറക്കാൻ. നമുക്കറിയാം മാൻഹോളിന് കൃത്യമായി തന്നെ നല്ല ആഴത്തിലും നീളത്തിലുമായിരിക്കും മാൻഹോളിന്റെ ഒരു നിർമ്മിതി. വർഷങ്ങളോളം അടച്ചു വെച്ചതായിരിക്കും. അതിനാൽ തന്നെ വിഷവാതകം മാൻഹോളിനുള്ളിൽ ഉണ്ടാകും എന്നുള്ളത് ഏതൊരു സാധാരണക്കാരന് വരെ അറിയാവുന്ന കാര്യമാണ്. ഇത്തരത്തിൽ ഈ ഒരു മാൻഹോളിന്റെ അപകടാവസ്ഥ കൃത്യമായി അറിയാവുന്ന എഞ്ചിനീയർമാരുടെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിൽ ഒരു വീഴ്ച സംഭവിച്ചത് ഒരു വലിയൊരു കുറ്റാരോപമായിട്ടാണ് നാട്ടുകാർ തന്നെ ചൂണ്ടിക്കാണിക്കുന്നത്. അത്തരത്തിൽ തന്നെ നമുക്കും അനുമാനിക്കേണ്ടി വരും. കാരണം യാതൊരുവിധ സുരക്ഷാ ക്രമീകരണങ്ങൾ ഇത്തരത്തിൽ തൊഴിലാളികൾ എന്തെങ്കിലും അപകടത്തിൽപ്പെട്ടാൽ അവരെ രക്ഷിക്കാനായിട്ടുള്ള കയറോ അല്ലെങ്കിൽ മറ്റു സുരക്ഷാ ക്രമീകരണങ്ങളോ ആംബുലൻസോ എന്ന തരത്തിലുള്ള ഒരു സുരക്ഷാ ക്രമീകരണങ്ങളും ഇവിടെ ഉണ്ടായിരുന്നില്ല. ഒപ്പം 2 തൊഴിലാളികൾ മാത്രമാണ് മാൻഹോൾ വൃത്തിയാക്കാൻ വേണ്ടി ഇറങ്ങിയതും. കൂടെ ഒരാൾക്ക് അപകടത്തിൽപ്പെട്ട രക്ഷിക്കാൻ പോലും കൂടെ മറ്റു തൊഴിലാളികളെ ഏർപ്പെടുത്തുന്നില്ല. വെറും 2 തൊഴിലാളികൾ മാത്രമേ സ്ഥലത്തുണ്ടായിരുന്നുള്ളൂ. ബന്ധപ്പെട്ട അധികൃതരോ എഞ്ചിനീയറോ സ്ഥലത്തുണ്ടായിരുന്നില്ല എന്നതും ശ്രദ്ധേയമാണ്. ഇത്തരത്തിൽ വലിയൊരു സുരക്ഷാ വീഴ്ചയാണ് എഞ്ചിനീയർമാരുടെ ബന്ധപ്പെട്ടവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. ഈ ഒരു സുരക്ഷാ വീഴ്ച തന്നെയാണ് ഇത്തരത്തിൽ വലിയൊരു അത്യാഹിതം സംഭവിക്കാൻ കാരണം. വിനിഷ, കോഴിക്കോട് മേയർ VKC മുഹമ്മദ് കോയ അദ്ദേഹം നമുക്കിപ്പം നിലവിൽ ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ VKC മുഹമ്മദ് കോയ, എന്താണ് സംഭവിച്ചതെന്നാണ് താങ്കൾക്ക് ലഭിക്കുന്ന വിവരം? എനിക്ക് അവിടെ ആളുകൾ വീണ് അവര് മരിക്കാൻ ഇടവന്നിട്ടുണ്ട്. ഞാനിപ്പോൾ മെഡിക്കൽ കോളേജിലേക്ക് അത് മനസ്സിലാക്കാൻ വേണ്ടി അവരുടെ എന്താ മനസ്സിലാക്കാൻ വേണ്ടി മെഡിക്കൽ കോളേജിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ എങ്ങനെ സംഭവിച്ചു എന്നുള്ളത് കൃത്യമായിട്ട് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ല. അല്ല, എങ്കിലും പ്രാഥമികമായി ലഭിക്കുന്ന ചില വിവരങ്ങൾ ഉണ്ടാവുമല്ലോ. ഇല്ല, ഞാൻ വേറൊരു അവിടെ ഒരു സ്കൂൾ ഗെയിംസിന്റെ പത്രസമ്മേളനത്തിലിരുന്നു. അവിടെ നിന്നാണ് വിവരം അറിഞ്ഞത്. അവിടെ ഞാൻ ഇറങ്ങിയിട്ട് പോരേക്കും. എനിക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റിയില്ല. അല്ല, പ്രാഥമികമായ വിവരങ്ങൾ പോലും നിലവിൽ താങ്കൾക്ക് ലഭ്യമായില്ല എന്നാണോ? ഇല്ല, ഞാൻ ഇപ്പോഴും അറിഞ്ഞുള്ളൂ. ഞാൻ അറിഞ്ഞപ്പോഴേ ഞാൻ മെഡിക്കൽ കോളേജിലേക്ക് ഇറങ്ങിയതാണ്. അവിടെ ഈ ഓബിജാല് വൃത്തിയാക്കുന്ന സമയത്ത് അപകടം സംഭവിച്ചു എന്നാ പറഞ്ഞത്. അത് എങ്ങനെ എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റിയില്ല. ഈ ഓവുചാല് വൃത്തിയാക്കുന്നതിനിടയിൽ വിഷവാതകം ശ്വസിച്ച് അബോധാവസ്ഥയിലാവുകയും ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതിന് ശേഷം മരണം സംഭവിക്കുകയുമായിരുന്നു എന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. ഞാൻ അവിടെ പോയി ഈ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് ഞാൻ കൃത്യമായി പറഞ്ഞുതരാം കേട്ടോ. വളരെ നന്ദി VKC മുഹമ്മദ് കോയ ഈ അവസരത്തിൽ ടെലിഫോൺ ലൈനിൽ പ്രതികരിച്ചതിന്. കോഴിക്കോട് മേയർ അദ്ദേഹമാണ്. ഇപ്പോൾ വിനിഷ ഒരിക്കൽ കൂടി നിലവിൽ നമുക്കിപ്പം ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. വിനിഷ, നേരത്തെ പറഞ്ഞത് മതിയായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഇല്ലാതെ മാൻഹോൾ വൃത്തിയാക്കാൻ ഇറങ്ങിയതാണ്. അതായത് ഇതിനെ വളരെ ലാഘവത്തോടു കൂടി കണ്ടതാണ്. എഞ്ചിനീയർമാരുടെ ഭാഗത്തു നിന്നുണ്ടായ അനാസ്ഥയാണ് ഈ മരണത്തിന് കാരണം എന്നാണ്. തീർച്ചയായും നാട്ടുകാർ അത്തരത്തിൽ തന്നെയുള്ള ഒരു ആരോപണവും പരാതിയാണ് നമ്മളോട് ഉന്നയിക്കുന്നത്. യാതൊരുവിധ സുരക്ഷാ ക്രമീകരണങ്ങളും ഇല്ലാതെയാണ് ഈ 2 തൊഴിലാളികളെ മാൻഹോൾ വൃത്തിയാക്കാനായി തൊഴിലാളികളെ അയച്ചത്. ഈ ഒരു സുരക്ഷാ ക്രമീകരണങ്ങൾ ഇല്ലാത്തത് തന്നെയാണ് ഇത്തരത്തിലൊരു അത്യാഹിതം ഇപ്പോൾ ഉണ്ടാകാൻ കാരണം. 3 പേരുടെ ജീവനാണ് ഈ ഒരു അത്യാഹിതത്തിൽ നഷ്ടപ്പെട്ടിരിക്കുന്നത്. എഞ്ചിനീയർമാരുടെ ഭാഗത്തു നിന്നുള്ള അശ്രദ്ധക്കുറവാണ് ഈ 3 പേരുടെ മരണത്തിനിടയാക്കിയത് എന്നാണ് നാട്ടുകാർ ആരോപിക്കുന്നത്. വലിയൊരു രീതിയിലുള്ള എന്ന് വിശേഷിപ്പിക്കുന്നതിനപ്പുറത്ത് യാതൊരുവിധ ക്രമീകരണങ്ങളും സുരക്ഷാ ക്രമീകരണങ്ങളും ഉണ്ടായിരുന്നില്ല എന്ന് തന്നെ പറയാം. സാധാരണഗതിയിൽ മാൻഹോൾ വൃത്തിയാക്കുമ്പോൾ എടുക്കേണ്ട യാതൊരുവിധ സുരക്ഷാ ക്രമീകരണങ്ങളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള സുരക്ഷാ മുൻകരുതലുകളോ വേണ്ടപ്പെട്ട അധികൃതരുടെ ഭാഗത്തുണ്ടായിരുന്നില്ല. ഇത് തന്നെയാണ് അപകടം സംഭവിക്കാനുണ്ടായ ഒരു കാരണമായി കണക്കാക്കാവുന്നതും. വലിയൊരു അത്യാഹിതം തന്നെയാണ് നടന്നിരിക്കുന്നത്. ഇത്തരത്തിൽ മാൻഹോൾ വൃത്തിയാക്കുന്നതിനിടെ മാൻഹോളിൽ വീണ് തൊഴിലാളികൾ മരിക്കുന്ന സംഭവങ്ങൾ ഒരു തുടർക്കഥ പോലെ ആവർത്തിക്കുകയാണ്. എങ്കിൽ പോലും ഇത്തരത്തിലുള്ള വാർത്തകൾ പുറത്തു വരുമ്പോഴും അല്ലെങ്കിൽ നിത്യ സംഭവമായി ഇത്തരം വാർത്തകൾ മാറിക്കൊണ്ടിരിക്കുമ്പോഴും വേണ്ടത്ര സുരക്ഷാ ക്രമീകരണങ്ങളൊന്നും ഇത്തരം തൊഴിലാളികൾക്ക് ഏർപ്പെടുത്തുന്നില്ല അല്ലെങ്കിൽ ബന്ധപ്പെട്ടവർ അതിനുവേണ്ടി ശ്രമിക്കുന്നില്ല എന്നുള്ളത് വലിയൊരു പരാതിയാണ്. വിനിഷാന്താവനാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. കോഴിക്കോട് ഓടയിൽ വീണ 3 പേർ മരിച്ചു. 2 അന്യസംസ്ഥാന തൊഴിലാളികൾ, ഇതര സംസ്ഥാന തൊഴിലാളികളാണ്. ഇവരെ രക്ഷിക്കാൻ ഇറങ്ങിയ നൌഷാദ് എന്ന ഓട്ടോറിക്ഷ ഡ്രൈവർ, അദ്ദേഹം അബോധാവസ്ഥയിൽ മാൻഹോളിനുള്ളിലേക്ക് വീഴുകയായിരുന്നു. ബയോഗ്യാസ് വിഷവാതകം ശ്വസിക്കുകയും അതിനെ തുടർന്ന് ആശുപത്രിയിലേക്ക് അബോധാവസ്ഥയിൽ കൊണ്ടുപോവുകയും
ആശുപത്രിയിൽ എത്തിയതിനു ശേഷമാണ് മരണം സംഭവിക്കുകയും ചെയ്തത് എന്നാണ് അറിയാൻ കഴിയുന്നത്. പാളയത്താണ് സംഭവം നടന്നത് എന്നും ലഭിക്കുന്ന വിവരങ്ങൾ ഉണ്ട്. എന്തായാലും മരിച്ചവരിൽ 2 പേർ അന്യസംസ്ഥാന തൊഴിലാളികളാണ് എന്ന വിവരങ്ങളും നിലവിൽ ലഭിക്കുന്നുണ്ട്. പ്രാഥമികമായ വിവരങ്ങൾ മാത്രമാണ് ലഭിക്കുന്നതെങ്കിൽ പോലും എഞ്ചിനീയർമാരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന അനാസ്ഥയാണ് ഒരുപക്ഷെ ഈ മരണകാരണത്തിലേക്ക് നയിച്ചത് എന്നാണ് അറിയാൻ കഴിയുന്നത്.